ദിവസം ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്നതിലെ സവിശേഷമായ സമീപനത്തിന് പേരുകേട്ട ഒരു പ്രൊഫസറെ ഒരു പ്രാദേശിക സ്കൂളിലേക്ക് ക്ഷണിച്ചു. ഒരു വലിയ ഗ്ലാസ് പാത്രം കയ്യിൽ തിരികെ വെച്ചും കണ്ണുകളിൽ ഒരു നിഗൂഢതയുമായി അദ്ദേഹം എത്തി. പാത്രത്തെക്കുറിച്ച് ഇതിനകം തന്നെ ക്യൂരിയോസിറ്റിയുള്ള വിദ്യാർത്ഥികൾ അത് അവരുടെ മുന്നിലുള്ള മേശപ്പുറത്ത് വച്ചപ്പോൾ തന്നെ അതിശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. പ്രൊഫസർ പറഞ്ഞു, ഇന്ന് നമ്മൾ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. എന്നാൽ നിങ്ങൾ മുമ്പ് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ. മേശയ്ക്കടിയിലൂടെ കൈനീട്ടി ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള വലിയ കല്ലുകളുടെ ഒരു കൂമ്പാരം അയാൾ പുറത്തെടുത്തു. ശ്രദ്ധാപൂർവം അയാൾ അവ ഓരോന്നായി പാത്രത്തിൽ വെച്ചു. കൂടുതൽ ഇടമില്ലാത്തിടത്തോളം അത് നിറച്ചു. പാത്രം നിറഞ്ഞോ? അയാൾ ക്ലാസ്സിനോട് ചോദിച്ചു. വിദ്യാർത്ഥികൾ പരസ്പരം നോക്കി തലയാട്ടി അതെ എന്ന് പറഞ്ഞു. പക്ഷേ പ്രൊഫസർ നിർത്തിയില്ല. അദ്ദേഹം ഒരു ബാഗ് കല്ലുകൾ പുറത്തെടുത്ത് പാത്രത്തിലേക്ക് ഇടാൻ തുടങ്ങി. വലിയ കല്ലുകൾ അവശേഷിപ്പിച്ച ഇടങ്ങൾക്കിടയിൽ ഉരുളൻ കല്ലുകൾ തെന്നിമാറി. അദ്ദേഹം വീണ്ടും ചോദിച്ചു, പാത്രം ഇപ്പോൾ നിറഞ്ഞോ? കുറച്ച് വിദ്യാർത്ഥികൾ മടിച്ചു നിന്നു. പക്ഷേ അതെ എന്നവർ പറഞ്ഞു. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ബാഗ് മണൽ പുറത്തെടുത്തു. അദ്ദേഹം ആ മണൽ പാത്രത്തിലേക്ക് ഒഴിച്ചു. ബാക്കിയുള്ള എല്ലാ സ്ഥലവും അത് നിറയ്ക്കുന്നത് നോക്കി ഇപ്പോൾ നിറഞ്ഞോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇത്തവണ വിദ്യാർത്ഥികൾ സംശയാലുക്കളായി. ഒരു പക്ഷേ ഇല്ലായിരിക്കും, അവർ മറുപടി നൽകി. ഒടുവിൽ പ്രൊഫസർ ഒരു പാത്രം വെള്ളം പുറത്തെടുത്തു. പതുക്കെ അദ്ദേഹം അത് പാത്രത്തിലേക്ക് ഒഴിച്ചു. അത് പൂർണ്ണമായും നിറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ ഭരണി നിറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക? അദ്ദേഹം വിശദീകരിച്ചു. ഈ ഭരണി നിങ്ങളുടെ ജീവിതമാണ്. വലിയ കല്ലുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതായത് നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സ്വപ്നങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലെ മറ്റെല്ലാം നീക്കം ചെയ്താലും നിങ്ങളുടെ ജീവിതം പൂർണ്ണവും ഒരു അർത്ഥമുള്ളതുമായി തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണിവ. ചെറിയ കല്ലുകൾ മറ്റു കാര്യങ്ങളാണ്, നിങ്ങളുടെ ജോലി, വീട്, കാർ എന്നിവ. എന്നാൽ മണലോ? മണൽ എല്ലാ ചെറിയ കാര്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ദൈനംദിന കാര്യങ്ങൾ, നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ, അനാവശ്യ ആശങ്കകൾ എന്നിവ. അദ്ദേഹം തുടർന്നു, നിങ്ങളുടെ ജീവിതം ആദ്യം മണലും ചെറിയ കല്ലുകളും കൊണ്ട് നിറച്ചാൽ വലിയ കല്ലുകൾക്ക് അവിടെ ഇടമുണ്ടാവില്ല. ജീവിതത്തിൽ നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളെ അനാവശ്യമായി ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ, എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും സമയമുണ്ടാകില്ല. നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകും. നിങ്ങളുടെ കുടുംബം, ആരോഗ്യം, സ്വപ്നങ്ങൾ അവയാണ് ആദ്യം വരേണ്ടത്. അവയ്ക്ക് ആദ്യം ഇടം നൽകുക. പിന്നെ ഇതാ അവസാനം വെള്ളമുണ്ട്. ജീവിതം മനോഹരമാക്കുന്ന ചെറിയ നിമിഷങ്ങളെയാണ് വെള്ളം സൂചിപ്പിക്കുന്നത്. ഒരു സുഹൃത്തിനോടൊപ്പമുള്ള സംഭാഷണം, ഒരു പുഞ്ചിരി, സന്തോഷ നിമിഷങ്ങൾ. നിങ്ങളുടെ ജീവിതം എത്ര പൂർണ്ണമായാലും ഈ ചെറിയ അപ്രതീക്ഷിത ആനന്ദങ്ങൾക്ക് എപ്പോഴും അവിടെ ഇടമുണ്ടാകും. ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വിലമതിക്കുന്ന കാര്യങ്ങളാണിവ. ഒരു വിദ്യാർത്ഥി കൈ ഉയർത്തി ചോദിച്ചു, പ്രൊഫസർ, എനിക്ക് എപ്പോഴും എല്ലാം ബാലൻസ് ആക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് സമയം തീർന്നു പോകുന്നതായി തോന്നിയാൽ എന്ത് ചെയ്യും? പ്രൊഫസർ പുഞ്ചിരിച്ചു. വലിയ കല്ലുകൾ ആദ്യം വരുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് പ്രധാനം. നിങ്ങളുടെ ബന്ധങ്ങൾ, ആരോഗ്യം, നിങ്ങളുടെ സ്വപ്നങ്ങൾ, സന്തോഷം എന്നിവയാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് ശ്രദ്ധിക്കുക. പിന്നെ അവയ്ക്ക് ചുറ്റും ചെറിയ കല്ലുകളും മണലുകളും സ്ഥാനം പിടിക്കട്ടെ. എപ്പോഴും വെള്ളത്തിനായി ഇടം നൽകുക. കാരണം ജീവിതം ഓരോ നിമിഷവും ജോലികളും കടമകളും കൊണ്ട് നിറയ്ക്കുക മാത്രമല്ല, നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും തരുന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് അത്. നിങ്ങളുടെ ജീവിതം എത്ര തിരക്കുള്ളതാണെന്നല്ല കാര്യം, അത് എത്രത്തോളം സംതൃപ്തമാണ് എന്നതിനെ കുറിച്ചാണ് കാര്യം. കല്ലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മറ്റെല്ലാം ശരിയാകും.